ഈ ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമുക്കറിയാം. അതിന്റെ ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്തിനാണ് പുടിനും ഷീ ജിൻപിങ്ങിനും കിടക്ക വിരിക്കുന്നത്? ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. കിടക്ക വിരിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ അസീം മുനീർ ഈ കിടക്ക വിരിച്ചിട്ട് ട്രംപിനെ ഇന്നേതോ ട്രംപുരാൻ വന്നേ പോകൂ എന്നും പറഞ്ഞെന്നും വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും പാകിസ്ഥാനിൽ പോയിട്ട് വർഷങ്ങളായി, ഇതുവരെ പോയിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പീറ്റർ നവാരോ ഇങ്ങനെ പറഞ്ഞു, അതായത് നരേന്ദ്രമോദി അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പൈസ എടുത്ത് ബ്രാഹ്മണന്മാർക്ക് വിൽക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അത് എന്തർത്ഥത്തിലാണ് ബ്രാഹ്മണന്മാർ? ഇവിടെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ബ്രാഹ്മണിക്കൽ എന്ത് പറഞ്ഞാലും അവരുടെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയും ദളിത് പീഡനവും പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അത് മഹാബലി എന്തൊക്കെ ഇതിൽ കയറ്റാമോ അതിലെല്ലാം അവർ കുത്തി കയറ്റാറുണ്ട്. മഹാബലി ദളിതനാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ ഈ രാക്ഷസൻ ഏത്, അസുരൻ എന്ത്, ദേവൻ എന്തെന്ന് പോലും ഇവന്മാർക്ക് അറിയില്ല. അതെല്ലാം ദളിതൻ, കറുത്ത് ഇരുന്ന ദളിതൻ എന്നുള്ളതാണ് ഇവരുടെ കൺസെപ്റ്റ്. അപ്പോൾ എവിടെയൊക്കെ തീർക്കാമോ അവന്മാരവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു രാഹുൽ ഗാന്ധിയും പറയുന്നത് സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പീറ്റർ നവാരുടെ അതേ തന്നെ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇദ്ദേഹം ഈ ബ്രാഹ്മണൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ശരിക്കും ഈ പുടിനെയും ഷീ ജിൻപിങ്ങിനെയാണോ? അതായത് പ്രത്യേകിച്ച് പുടിൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. അപ്പം ആ ഒരർത്ഥത്തിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനി ഇവർ അങ്ങനെയാണ് വിളിക്കുന്നത് ബ്രാഹ്മണൻ എന്നുള്ള ആ രീതിയിൽ ആണോ ഉപയോഗിച്ചത്? കാരണം വരേണ്യ വർഗ്ഗമാണല്ലോ പുടിൻ. ആ ഒരർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് ഉപയോഗിച്ചാണോ? അതല്ലെങ്കിൽ ഇവർ ശരിക്കും ഇയാൾ മണ്ടൻ നമ്മളെ ഇന്ത്യയിലെ ബ്രാഹ്മണർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നെന്നാണോ ഇയാൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരു അമേരിക്കയുടെ പദ്ധതിയാണ്. അമേരിക്ക ഈ തന്ത്രം മെനയാനൊക്കെ ഭയങ്കര മിടുക്കുള്ളവരാണ്. പക്ഷെ പണി അവർക്ക് തന്നെ. നമ്മൾ ഈ അമ്പ് ചെയ്യുമ്പോൾ അമ്പ് തിരിഞ്ഞ് അതുപോലെ ഒന്ന് കൊള്ളുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എഴുതത് മാത്രം ഓർമ്മ കാണുന്നു, പിന്നെ നോക്കുമ്പം നെഞ്ചത്തിരിക്കും. അതാണ് അമേരിക്കയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അമേരിക്ക ഈ പീറ്റർ നവാരോ പറഞ്ഞത്, ട്രംപിന്റെ ട്രേഡ് അഡ്വൈസറാണ് അയാൾ. അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ബെസ്റ്റ് പറഞ്ഞോളൂ. ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചിലവിൽ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നു. ഇതാണ് പറയുന്നത്. ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചിലവിൽ ബ്രാഹ്മണന്മാർ ലാഭം കൊയ്യുന്നു. ആ വാക്കാണ് അയാൾ പറഞ്ഞത്. ഇന്ത്യയിലെ ബ്രാഹ്മണർ പാവപ്പെട്ട സാധാരണക്കാരുടെ ചിലവിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇന്ത്യയിലെ ബ്രാഹ്മണർ, അദ്ദേഹം പറഞ്ഞതിൽ ബ്രാഹ്മണർ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ അറിവ് ഇത് എന്ത് തരത്തിലാണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഇനിയിപ്പോ ഇന്ത്യയിലെ ബ്രാഹ്മണർ എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ബ്രാഹ്മണർ ഇന്ത്യയിലെ തന്നെ പാവപ്പെട്ടവരെ ഉപയോഗിച്ച് ഈ ബ്രാഹ്മണർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ ഏറ്റവും വലിയ ദരിദ്രാവസ്ഥ അയാൾക്കറിയില്ലല്ലോടാ. അയാൾ അവിടെ വിചാരിക്കുമ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്കും ഇയാൾക്കും ഒരാളാണ് എഴുതി കൊടുക്കുന്നത്. നമ്മൾ KC വേണുഗോപാല്. എന്തായാലും അപ്പൊ അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി നമ്മൾ കൂടുതൽ വിലക്ക് വിൽക്കുന്നു, ഇതൊക്കെ ബ്രാഹ്മണർക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. കാരണം അവരാണ് ഈ കച്ചവടം ചെയ്യുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. അതെന്ത് മണ്ടത്തരമാണെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ അങ്ങനെ ബ്രാഹ്മണർ കച്ചവടം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, അംബാനി ബ്രാഹ്മണനല്ല. അദാനി ബ്രാഹ്മണനാണോ? അല്ല. ആയിരുന്നു ബ്രാഹ്മണല്ല. ടാറ്റയുടെ അടുത്ത അനന്തരാവകാശി പറഞ്ഞിട്ടില്ല, അതും ദത്തുപുത്രനാണ്. അവരും ബ്രാഹ്മണ. ടാറ്റ രത്തൻ ടാറ്റ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കറിയില്ല അദ്ദേഹം ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇന്ത്യയിലെ ബ്രാഹ്മണർ ഇന്ത്യയിലെ തന്നെ പാവപ്പെട്ടവരെ പഠിച്ച് പണം ഉണ്ടാക്കുന്നു. ഇവിടെ ഈ ബ്രാഹ്മണർ എന്ന പണക്കാരൻ ശരവണഭവൻ മുതലാളി മാത്രമാണ്. അയാൾ ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. ഒരു പെണ്ണിയാസിലല്ലേ? അതെ. ഓക്കെ, ശരവണഭവൻ. ഇന്ത്യയിലെ ബ്രാഹ്മണർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വിജയ്ക്ക് മനസ്സിലായോ? അതായത് ഇന്ത്യക്കകത്ത് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. അതായത് സാധാരണക്കാരുടെ പണം മുഴുവൻ ബ്രാഹ്മണർ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഈ ബ്രാഹ്മണരോട് ഇപ്പോഴും അകലം പാലിക്കുന്ന, അവരുടെ ജാതിയെ വെച്ച് അവരെ മാറ്റി നിർത്തുന്ന, കാരണം അവർ സവർണ മേധാവിത്വത്തുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് ചൂഷണം അതിപ്പോ അവർക്ക് ഇതിനെ തിരിച്ചു കൊത്തുന്നുണ്ട്, നെഞ്ചത്ത് കയറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഇന്ത്യയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി കലാപം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയിൽ ഇരുന്നുണ്ടാക്കിയ പദ്ധതിയാണ്. എനിക്ക് തോന്നുന്നതെന്ന് അറിയാമോ, ട്രംപ്
ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അതിവിടെ ഒരുത്തനെ ഏറ്റവും രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവിടെ പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ട്രംപ് എണ്ണ ഇത് പറയട്ടെ എന്ന്. അതായത് പക്ഷെ അതിൻ്റെ ഒരു ഇത് ഞാൻ കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്തില്ല. അത് റിസർച്ച് ഒന്നും ചെയ്യേണ്ട, എന്ത് മണ്ടത്തിലാണെങ്കിലും പറഞ്ഞാൽ അവിടെ ഏറ്റുപിടിക്കാൻ എടുത്തുകൊണ്ട് അവ ഏറ്റുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് വിട്ടേക്കാണ്. ഇനിയിപ്പോ മിക്കവാറും ഇത് രാഹുൽ ഗാന്ധി ഏറ്റുപിടിച്ചോണ്ട് വരും. ഇപ്പൊ സമയമില്ലല്ലോ, ഇപ്പൊ മോദി അങ്ങ് നിൽക്കുന്നത് കൊണ്ട് മൊത്തം ലോകവും മോദിയുടെ നേർക്കാണല്ലോ കണ്ണുകൾ. അതുകൊണ്ട് ഇവിടെ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആളില്ല. പേപ്പറുമായിട്ട് ഇറങ്ങ് ഉടനെ ഉണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇറങ്ങി. ആ വീഡിയോ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ട്രംപിന്റെ കാലത്ത് ട്രംപും ഡീപ് സ്റ്റേറ്റും തമ്മിൽ വലിയ അകലത്തിലായിരുന്നു. ഡീപ് സ്റ്റേറ്റിനെ തറ പറ്റിക്കുക എന്ന് പറഞ്ഞാണ് ട്രംപ് രണ്ടാമത് അധികാരത്തിലേറിയത്. ഈ പിന്നെ ജോ ബൈഡൻ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഈ ഡീപ് സ്റ്റേറ്റുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ട്രംപിനും ആദ്യകാലത്ത് ട്രംപിന് ഇല്ലായിരുന്നു. പക്ഷെ രണ്ടാമത് വന്ന ട്രംപ് ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റ് ട്രംപിനെ വിലക്കെടുത്തു, അല്ലെങ്കിൽ ട്രംപ് ഡീപ് സ്റ്റേറ്റിന്റെ മുന്നിൽ. ചന്ദാമാമ എന്ന് പറഞ്ഞൊരു മലയാള സിനിമയുണ്ട്. അതിൽ ജഗദീഷ് കുമാർ മരണപ്പെട്ടതിന് ശേഷം അവർ കൊണ്ടു നടക്കുന്ന ശരീരം അവർ കൈയൊക്കെ ഇങ്ങനെ കാണിക്കും. എനിക്ക് തോന്നുന്ന ട്രംപ് അതുപോലെ ഡീപ് സ്റ്റേറ്റ് അതുപോലെ ട്രംപിനെ ഇപ്പോ നൂലിട്ട് വലിക്കുക. അപ്പൊ ഇപ്പൊ ഇത്തരത്തിൽ ഒരു വീഡിയോ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ആ വീഡിയോയിൽ അനുസരിച്ച് അപ്പോൾ ഇവർ തമ്മിൽ ഈ ഡീപ് സ്റ്റേറ്റ് ട്രംപ് രണ്ടല്ല ഒന്നാണ് എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇന്ത്യക്കെതിരെ അവർ ആഞ്ഞടിക്കുന്നു. ഈ ഡീപ് സ്റ്റേറ്റിന്റെ ജോർജ് സോറസുമായി പണ്ട് രാഹുൽ ഗാന്ധി ഒരു മീറ്റിംഗ് നടത്തിയതിന്റെ പിക്ചറൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രഹസ്യ യോഗമായിട്ട് ഈ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് രാഹുൽ ഗാന്ധി ജോർജ് സോറസുമായിട്ട് അവിടെ സംഭാഷണത്തിലായിരുന്നു. എന്ത് സംഭാഷണം എന്ന് പിന്നെയാണ് പുറത്തു വന്നത്. അതായത് ഇന്ത്യയുടെ ഭരണത്തെ തകർക്കാനായി ജോർജ് സോറസ് അവിടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അതിൽ ഇന്ത്യയിലെ പലർക്കും പങ്കുണ്ടെന്നാണ് പറയുന്നത്, മോദി സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട്. അതിലൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ വോട്ട് ചോരി എന്നും പറഞ്ഞ് വന്നത്. പക്ഷെ അത് വന്ന സമയത്ത് സമയം അത്ര നല്ലതല്ലായിരുന്നു. കേരളത്തിലായിരുന്നു ആകെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചത്. അത് ഇവിടുത്തെ മറ്റൊരു രാഹുലിന്റെ ഒരു സ്വഭാവ ഗുണം കൊണ്ട് അതെ, ഒരു രാഹുൽ അവിടെ നിന്ന് വ്യാജ അടിച്ചിട്ടപ്പോ ഇവിടത്തെ വേറൊരു രാഹുല് വ്യാജനല്ലാതെ അതിന് വേറൊരു രീതിയിലായിരിക്കും. രണ്ടും കൂടെ കലക്കി തെളിഞ്ഞ് ഒരു ഗർഭം കലക്കി. രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിനെ വിളിച്ചിട്ടേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിച്ചെന്ന് കേട്ടു, മറ്റേ മുകേഷിന്റെ സ്റ്റൈലിൽ. ഒരു മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അവരൊന്ന് പൊക്കിക്കൊണ്ട് വരുന്നതെന്നറിയാമോ? അപ്പോഴാണ് അവന്റെ എന്നും പറഞ്ഞ് വൃത്തി കൊടുത്തത്. അപ്പൊ നമ്മളെ കാര്യത്തിലേക്ക് വന്നാൽ പിന്നെ ഈ ട്രംപ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സമ്പന്നരായിട്ടുള്ള ഒരു സായിപ്പിന്റെ ഗ്രൂപ്പാണ്. ഇത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ ഗ്രൂപ്പില് ലോകം അടക്കി ഭരിക്കണം. ഈ ബ്രിട്ടീഷ് കോളനി കാലഘട്ടം, അത് നിനക്കറിയാലോ, ബ്രിട്ടീഷ് കോളനി കാലഘട്ടം. ആ കാലഘട്ടത്തെ യൂറോപ്യൻസ് ലോകം മുഴുവൻ കോളനി ഉണ്ടാക്കി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം കെട്ടിപ്പടുത്തു. പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി സകലതും തകർന്നുപോയി. അപ്പോഴും അവരുടെ അപ്രമാദിത്വം നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. അവരത് ഒളിഞ്ഞും തെളിഞ്ഞും പല രൂപത്തിൽ ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയത് പോലും ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതായത് ഇവർക്ക് ലോകത്തെ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഇലുമിനാറ്റി എന്നോ ഡി സ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കുന്നത് ഇവരെയാണ്. ഇവർക്ക് ലോകം മുഴുവൻ അടക്കി ഭരിക്കാൻ ശ്രമിക്കുകയാണ് ഇവര്. അവരുടെ നിയന്ത്രണത്തിലും ചൊൽപ്പിടിക്ക് നിൽക്കാത്ത രാജ്യങ്ങളെല്ലാം ഏകാധിപത്യ രാജ്യങ്ങൾ എന്ന് മുദ്രകുത്തി, അല്ലെങ്കിൽ അവിടെയുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം കൃത്രിമമാണെന്ന് വരുത്തി തീർത്ത് അവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് അവരുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ഒരു ഭരണാധികാരിയായി അവിടെ മാറ്റുക. അതായത് ഇവരുടെ, ഞാനിതിനെ കുറച്ചുകൂടെ ലളിതവത്കരിച്ച് പറയാം. അതായത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തന്നെ ഒരു തുടർച്ചയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അന്ന് അവർ രാജ്യങ്ങൾ നേരിട്ട് കീഴടക്കുമായിരുന്നു, നേരിട്ട് അധിനിവേശം നടത്തി കീഴ്പ്പെടുത്തുമായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അന്ന് അവർ അതിന്റെ തീപ്പൊരിയിലൂടെ ഇട്ടിട്ടാണ് പോയത്. ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദു മുസ്ലിം കലാമ ജാതീയത അങ്ങനെ പല രാജ്യങ്ങളിലും ഇട്ടിട്ടുണ്ട്. ഇവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഡീപ് സ്റ്റേറ്റ്. ഇനി അധിനിവേശം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഇപ്പൊ അവർക്ക് ഇന്ത്യയിൽ, ബംഗ്ലാദേശ് അങ്ങനെയാണ് അവർ ഭരിക്കുന്നത്. ഇന്ത്യയിൽ അവർക്ക് അത് നടന്നില്ല. ഇന്ത്യയിൽ അവർ മാക്സിമം നോക്കി പിന്നെ വ്യാജമായ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ പല തരത്തിലും അവർ മോദി സർക്കാരിനെതിരെ രംഗത്ത് വന്നു. പക്ഷേ നമ്മൾ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തോ മോദി സർക്കാർ അധികാരത്തിൽ നിന്നാൽ രാജ്യത്ത് വികസനം ഉണ്ടാകുമെന്നുള്ള ഒരു വല്ലാത്ത തോന്നൽ അവരുടെയൊക്കെ മനസ്സിലായിപ്പോയി. അതിന് ഏത് പാർട്ടിയിൽ പെട്ടവരാണെങ്കിൽ പോലും. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിന്റെ തന്ത്രമാണ് ഈ പീറ്റർ നരാവോ പുറത്തുവിട്ടത്. അത് രാജ്യത്തെ തന്നെ തകർക്കാനുള്ള ബോംബാണ് എന്ന് ഇന്ത്യക്കാർ മനസ്സിലാക്കിയതുകൊണ്ട് ആരും ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയില്ല. ഇതൊരു മറ്റേ നനഞ്ഞ പടക്കം പോലെ അങ്ങ് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അമേരിക്ക ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ കൊണ്ട് ഇന്ത്യയെ തകർക്കാനുള്ള പല പദ്ധതികളും മെനയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലൊന്നും വിടാൻ തൽക്കാലം ഇന്ത്യ തയ്യാറല്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അല്ലാത്തത് കൊണ്ട്. രാഹുൽ ഗാന്ധിക്ക് KC വേണുഗോപാൽ എന്ന പോലെ ട്രംപിന്
പീറ്റർ നവാരോ മാത്രമേ.